എവരിബഡി, ഏവർക്കും ഭരത് കോളേജിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ്സ്ക്രൈബഡ് ഷോമാനിൻ്റെ കുറച്ച് ഭാഗം പഠിച്ചു. അതെല്ലാം നിങ്ങൾ കാണാതെയും പഠിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ആ ലെസണിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്യണ്ടേ, എവിടം വരെ പഠിച്ചു എന്നുള്ളത് അത്രയും പറഞ്ഞുകൊണ്ട് ബാക്കി ക്ലാസ്സിലേക്ക് ഒരു 2 മിനിറ്റ് കേട്ടോ. എന്താണ് നമ്മൾ പഠിച്ചത്? പാടി പാടി പെട്ടെന്ന് അമ്മയുടെ ശബ്ദം ഇടറി പിറുപിറുക്കലായി മാറുന്നു. ആളുകൾക്ക് തോന്നിയത് മൈക്കിലെന്തോ തകരാറ് സംഭവിച്ചെന്നാണ്. എന്നാൽ പിറുപിറുക്കൽ തുടർന്നു. ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. എവിടെ നിന്നോ ആൾക്കാർ മ്യാവൂ മ്യാവൂ ശബ്ദം പുറപ്പെടുവിച്ചു. ഈ മാന്യമല്ലാത്ത രീതി പെരുമാറ്റം അമ്മയെ സ്റ്റേജിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിച്ചു. ചാർലിയെ മിക്കവാറും അമ്മ പാടുന്ന വേളയിൽ തൻ്റെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ആ ദിവസവും കർട്ടൻ്റെ പിന്നിലായി നിന്നുകൊണ്ട് ഈ കുട്ടി ശബ്ദത്തിലെ തമാശ കാണുകയായിരുന്നു. അമ്മയും മാനേജറും തമ്മിൽ തർക്കം നടക്കുന്ന കണ്ടിട്ട് ചാർലി അവിടേക്ക് കടന്നു വന്നു. പിന്നീട് എന്താ സംഭവിച്ചു? അപ്പോൾ മാനേജർ ചാർലിയെ കണ്ടപ്പോൾ അമ്മയ്ക്ക് പാടാൻ വയ്യെങ്കിലോ മോനെ സ്റ്റേജിലേക്ക് അയക്കണമെന്ന് ശാഠ്യം പിടിച്ചു. അമ്മ പേടിച്ചു പോയി. കാര്യം എന്താ? 5 വയസ്സുകാരൻ ഈ ഉഗ്രമായ ജനക്കൂട്ടത്തെ എങ്ങനെ അതിജീവിക്കും? വളരെ തർക്കങ്ങൾക്ക് ശേഷം, വളരെ നീണ്ട വാദവിവാദങ്ങൾക്ക് ശേഷം ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു. രക്ഷപ്പെടാനുള്ള കുറച്ച് മാർഗങ്ങൾ പറഞ്ഞതിന് ശേഷം അമ്മ അവനെ തനിച്ചവിടെ വിടുന്നു. പുക ചുരുളുകൾക്കിടയിൽ നിന്നുകൊണ്ട് ചാർലി ഫേമസ് ആയിട്ടുള്ള പാട്ടായ ജാക്ക് ജോൺസ് പാടുന്നു. കുറേ സമയം ഓർക്കസ്ട്രക്കാർക്ക് ഈ കുട്ടിയുടെ ശബ്ദത്തിന് ഈണം കൊടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഈണം കൊടുത്തു തുടങ്ങിയപ്പോഴോ പാട്ട് കൊഴിക്കാൻ തുടങ്ങി. ഇനി ആ പേജിൽ, ഫസ്റ്റ് പേജിൽ ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് നമുക്ക് കടക്കാം. गाना अभी आधा ही हुआ था कि स्टेज पर पैसे की बाउचूर शुरू हो गई. चार्ली ने गाना रोक दिया और घोषणा की, पहले मैं ये पैसे बटोरूंगा और उसके बाद ही गाऊंगा. इस बात ने हाल को हंसी कर में तब्दील कर दिया. गाना अभी आधा ही हुआ था. പകുതി പാട്ടിപ്പോൾ പകുതി ആയതേ ഉള്ളൂ. സ്റ്റേജ് पर पैसों की बाउचूर शुरू हो गई. സ്റ്റേജിൽ പൈസ ബൗച്ചൂർ വർഷമായി പെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പോൾ പാട്ട് പകുതി ആയതേ ഉള്ളൂ. സ്റ്റേജിൽ പൈസ വർഷമായി പെയ്യുക എന്ന് വെച്ചെന്താണ്? മഴയായി അല്ലേ? മഴയായി കൊഴിയാൻ തുടങ്ങി. അതായത് മഴയത്ത് എങ്ങനെയാണോ വെള്ളം വന്ന് വീഴുന്നത് അതേപോലെ സ്റ്റേജിൽ പൈസ വർഷിക്കാൻ തുടങ്ങി. ചാർലിനെ ഗാന റോക്ക് ദിയ. ചാർലി പാട്ടങ്ങ് നിർത്തി. റോക്ക് ദിയ നിർത്തി. ഓർ ഘോഷണാക്കി, എന്നിട്ട് പ്രഖ്യാപിച്ചു. ക്യാ ഘോഷണാക്കിയ? എന്ത് പ്രഖ്യാപിച്ചു? പഹലെ മേ ഏ പൈസ ബെട്ടോരുങ്ക. പെഹലെ ഫസ്റ്റിൽ അല്ലേ? ഫസ്റ്റ് പെഹലെ മേ ഏ പൈസ ബെട്ടോരുങ്ക. ആദ്യം ഞാൻ ഈ പൈസ എന്ന് ശേഖരിക്കട്ടെ. ഓർ ഉസ്കെ ബാദ് ഹി ഗാവുങ്ക. അതിന് ശേഷം നിങ്ങൾക്ക് പാടിത്തരാം എന്നാണ് ചാർലി പറഞ്ഞത്. എന്താ പറഞ്ഞത്? ചാർലി പാടിക്കൊണ്ടിരിക്കുന്ന വേളയിൽ പൈസ വന്ന് മഴയായി വർഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ 5 വയസ്സുകാരനാണ്. സ്റ്റേജിൽ എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയത്തില്ല. നിഷ്കളങ്കതയാണ് കേട്ടോ. അപ്പോൾ 5 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ മുന്നിൽ മിഠായി വന്നു വീണാൽ അവൻ പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. അവൻ എന്ത് ചെയ്യും? പ്രോഗ്രാം നിർത്തിയിട്ട് ആ മിഠായികളെല്ലാം നുള്ളിപ്പറക്കും. അതേപോലെ കൊച്ചു കുഞ്ഞാണ്. അപ്പോൾ 5 വയസ്സുകാരൻ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ പൈസ വന്ന് വീഴുന്നുണ്ടപ്പോൾ ഇയാൾ ഓടിച്ചെന്ന് അപ്പോഴേ ആ മൈക്കിലൂടെ അങ്ങ് അനൗൺസ് ചെയ്തു. എന്താ അനൗൺസ് ചെയ്തത്? ആദ്യം ഞാൻ ഈ പൈസ എല്ലാം കളക്ട് ചെയ്യട്ടെ, പിന്നെ ഞാൻ നിങ്ങൾക്ക് പാടിത്തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇസ് ബാത്തിനെ ഹോൾക്കോ ഹസീഖർ മീൻ തബ്ദീൽ കർ ദിയ. ഈ കാര്യം ഹോളിലുള്ളവരെ ഹസീഖർ ചിരിമന്ദിരത്തിൽ, തബ്ദീൽ കർ ദിയ ആഴ്ത്തുക കേട്ടോ. ചിരിമന്ദിരത്തിൽ ആഴ്ത്തി കേട്ടോ. അപ്പോൾ കാരണം എന്താണ്? ഹോൾ കെ ലോഗോं को ഹസീഖർ മേ തബ്ദീൽ കർ ദിയ. ഹോളിലുള്ള ആൾക്കാരെ ചിരിമന്ദിരത്തിലാഴ്ത്തി. കിയാ എന്ത്? ചാർലിക്ക് ഘോഷണ, ചാർലിയുടെ പ്രഖ്യാപനം. ക്യാ ഘോഷണ? എന്ത് പ്രഖ്യാപനം? പഹലെ മേ ഏ പൈസ ബെട്ടോരുങ്ക. ആദ്യം ഞാൻ ഈ പൈസ ശേഖരിക്കട്ടെ, ഫിർ ഗാവുങ്ക, പിന്നെ നിങ്ങൾക്ക് പാടിത്തരാന്ന് പറഞ്ഞു അല്ലേ? തബ്തക്ക് ഇത്രേ ആയപ്പോഴത്തേക്കേ മാനേജർ ഏക്ക് റൂമാൽ ലേക്കറായ. മാനേജർ ഒരു റൂമാലും കൊണ്ടുവന്നു. റൂമാൽ കാ മതല ക്യാ ഹേ? കർഷീപ്പ്.
കേട്ടോ. അയാളൊരു വലിയൊരു കർഷീപ്പും കൊണ്ടുവന്നു, ഒരു ടവലും എടുത്തോണ്ട് വന്നു. എന്തിനാണ്? പൈസ ബെട്ടോർനേലക. അയാൾ വന്നിട്ട് എന്ത് ചെയ്തു? പൈസ ബെട്ടോർനേലക, പൈസ ശേഖരിക്കാൻ തുടങ്ങി. ഇത്രയായപ്പോൾ മാനേജർ ഒരു കർഷീപ്പുമായി വന്നു, പൈസ ശേഖരിക്കാൻ തുടങ്ങി. चार्ली को लगा कि मैनेजर खुद पैसे रख लेना चाहता है. അപ്പോൾ ചാർലിക്കോ ലഗ, ചാർലിക്ക് തോന്നി എന്താണ്? മാനേജർ ഖുദ് മീൻസ് സ്വയം. മാനേജർ സ്വയം പൈസ രഖ് ലേന ചാഹത്താ ഹെ, കൈക്കലാക്കാൻ പോവുകയാണെന്നാണ് ചാർലിക്ക് തോന്നിയത്. അപ്പോൾ കൊച്ചുകുട്ടിയായ ചാർലിക്ക് തോന്നി എന്താണ്? താൻ പാടിയപ്പോൾ തനിക്ക് കിട്ടിയ ഇത്രയും പൈസ അല്ലേ, ആര് കൊണ്ടുപോകുന്നു? പൊതിയിലാക്കി മാനേജർ കൊണ്ടുപോകുന്നു. ഇതാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല? ചാർലി എന്ന കൊച്ചു മോന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ അതുകൊണ്ട് അത് പരാതി നിറഞ്ഞ ശബ്ദത്തിൽ കാണികളോട് അങ്ങ് പറഞ്ഞതാണ് അല്ലേ, ഈ പൈസ ശേഖരിക്കട്ടെ, പിന്നെ ഞാൻ പാടിത്തരാണ്. അപ്പോഴാണ് മാനേജർ വരികയും ഒരു പൊതിയിൽ ഈ പൈസ എല്ലാം കൂടെ കളക്ട് ചെയ്തത്. അപ്പോൾ ഇവന് തോന്നി എന്താണ്? ഇങ്ങേരി പണവും കൊണ്ട് മുങ്ങാൻ പോവുകയാണെന്നാണ് കരുതിയത്. उसने एक बात शिकायत लहजे में दर्शकों से कह दी. അവൻ ഈ കാര്യം ശിക്കായത്തെ ലഹസെ, ശിക്കായത്തെ പരാതി നിറഞ്ഞ ലഹസെ ശബ്ദത്തിലാ ദർശകോസെ കഹതി കാണികളോട് പറഞ്ഞു. ഹസി തബ് ഓർ ബെഡ്ഗി, ചിരി വീണ്ടും ബെഡ്ഗി വർദ്ധിച്ചു. ജബ് റൂമാൽ കി പോട്ടലി മേ, അതായത് കർഷീഫിന്റെ പൊതിയിലാ പൈസ കെട്ടിയിട്ട बैक स्टेज की ओर जाते मैनेजर के पीछे व्याकुलता से लग गया. ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന മാനേജറിന്റെ പിന്നില ചാർലിയും വ്യാകുലതയോടെ ദുഃഖത്തോടു കൂടി. എന്തുകൊണ്ടാണ് ചാർലി മാനേജറിന്റെ പിറകെ ദുഃഖത്തോടു കൂടി പോയത്? അയാൾ ആ പൈസയെല്ലാം കർഷീപ്പിലാക്കി പൊതിയാക്കി കൊണ്ടുപോവുകയാണ് അല്ലേ. അപ്പൊ തനിക്ക് കിട്ടേണ്ട പൈസ എല്ലാം മാനേജർ കൈക്കലാക്കുകയാണെന്ന് കുട്ടിക്ക് തോന്നി. അതുകൊണ്ട് അവൻ പാട്ടും നിർത്തി കൂത്തും നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തോ? ഇയാളുടെ പുറക്കെ അങ്ങ് ജബ് തക്ക് മാനേജറിനെ ഓ പോട്ടലി മാക്കെ ഹവാലെ നക്കി, എപ്പോൾ വരെ മാനേജർ ആ പൊതി അമ്മയെ ഹവാലെ നക്കി ഏൽപ്പിച്ചില്ല, അതുവരെ ഓ നക്കിയില്ല ഔട്ട, അവൻ മടങ്ങി വന്നതേ. അതായത് മാനേജർ ഈ പൊതി ആരെ ഏൽപ്പിക്കും വരെ? അമ്മയെ ഏൽപ്പിക്കും വരെ. ഈ പൈസയും പൊതിയും അമ്മയെ ഏൽപ്പിക്കും വരെ കുട്ടി സ്റ്റേജിലേക്ക് മടങ്ങി വരാൻ തയ്യാറായില്ല. അവസാനം എന്ത് ചെയ്തു? മാനേജർ ഈ പൊതി കൊണ്ട് അവൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. കുട്ടി ഡയറക്റ്റായിട്ട് സ്റ്റേജിൽ വന്ന് കയറുകയും ചെയ്തു. മിടുക്കനല്ലേ ചാർലി? ആണോ? ആ, ഓക്കെ. ഇസ് ബാത് നെ ഹോൾ കോ ഹസി കർമ്മേൻ തബ്ദീൽ കർ ദിയ. ക്യൂ? ഈ കാര്യം ഹോളിലുള്ളവരെ ചിരിമന്ദിരത്തിലാഴ്ത്തി. എന്താണ് ഹോളിലുള്ളവരെ ചിരിമന്ദിരത്തിലാഴ്ത്തിയത്? ചാർലിനെ സ്റ്റേജിക്ക് വ്യവഹാരണ ജാനത. ചാർലിക്ക് സ്റ്റേജിലെ പെരുമാറ്റങ്ങളൊന്നും അറിയത്തില്ല. ഓ സ്റ്റേജ് മേം ബാലസഹജ ഭോലേപ്പൻ മേം ഗാനാ ഗായ. അവർ സ്റ്റേജില് ബാലസഹജമായ നിഷ്കളങ്കതയോടുകൂടി പാട്ടുപാടി. ഉൻക ഗാന രോക്ക് പൈസ ബെഡോർനേക്ക് ഘോഷണ, അവൻ്റെ പാട്ട് നിർത്തിയിട്ട് പൈസ ശേഖരിക്കാനുള്ള ആ പ്രഖ്യാപനം. മാനേജർക്ക് പിച്ച് സന്ദേഹക്കെ സാത്ത് ജാന, മാനേജറിന്റെ പിന്നിലായിട്ട് സംശയത്തോടു കൂടി പോവുക. ആദി ഇസ്ക ഉദാഹരണേ, അതൊക്കെ ഇതിന് ഉദാഹരണമാണ്. കിസി ഭി ബാൽക്ക് ഇസി പ്രകാരത്തെ വ്യവഹാർ ദേഖിനെ പർ, ഏതെങ്കിലും ബാലകന്റെ ഈ പെരുമാറ്റത്തിൽ ഈ രീതിയിലുള്ള പെരുമാറ്റം കാണുമ്പോൾ ലോക് സബ് കുച്ച് ഭൂൽക്കർ ഹസിനെ ലഗത്തെ ഹെ, ആളുകളെല്ലാം മറന്ന് ചിരിച്ചു പോകും അല്ലേ. ഏതൊരു ബാലകന്റെയും നിഷ്കളങ്കമായ ഈ പെരുമാറ്റം കാണുമ്പോൾ നമ്മളെല്ലാം മറന്ന് ചിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടക്കുകയാണ്. चार्ली ने जनता में गुदगुदी फैला दी थी. उसके बाद उसने दर्शकों से बातचीत की, नृत्य किया, अपनी माँ सहित कई गायकों की नकल उतारी. लोगों में ठहाकों की हिस्सेदारी हुई. वो स्टेज पर जमकर पैसे बरसे. अंत में माँ जब उसे लेने आई तो दर्शकों ने देर तक खड़े होकर तालियां बजाई. कई लोगों ने माँ से हाथ मिलाकर उसके छोटे बच्चे की तारीफ की. चार्ली स्टेज पर
पहली बार आया और माँ आखिरी बार। दुनिया के सबसे बड़ा शोमैन का पहला शो था, उसने जन्म ले लिया था। चार्ली ने जनता में गुदगुदी फैला दी। അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? ചാർലി ജനങ്ങളിൽ ഗുദ്ഗുദി കാ മതലബ് ക്യാ ഹൈ? ആഹ്ലാദം. കേട്ടോ, ചാർലി ജനങ്ങളിൽ ആഹ്ലാദം പരത്തി. ഉസ്കെ ബാദ് അതിനുശേഷം ഉസ്നെ ദർശകോ സെ ബാത്ചീത് കി, കാണികളുമായിട്ട് സംസാരിച്ചു, നൃത്യ കിയ, ഡാൻസ് ചെയ്തു. ഓർ അപ്പനി മാ സഹിത്, തൻ്റെ അമ്മ ഉൾപ്പെടെ കൈ ഗായകോങ്കി നക്കലുദാരി, ധാരാളം ഗായകരെ നക്കലുദാരി അനുകരിച്ചു. മാസൂമിയത് മേ ഉസ്നെ തോടി ദേർ പെഹലെ, മാസൂമിയത് നിഷ്കളങ്കതയോടെ, ഉസ്നെ തോടി ദേർ പെഹലെ അവൻ അല്പനേരം മുമ്പേ, ഫട്ടി മാക്കി ആവാസ്, അതായത് അല്പനേരത്ത് മുമ്പേ നടന്ന ആ അമ്മയുടെ ഇടറിയ ശബ്ദം ഉണ്ടല്ലോ, അമ്മ സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്ന വേളയിൽ ആ പിറുപിറുക്കലായി മാറിയ ആ ശബ്ദം പോലും അവൻ എന്ത് ചെയ്തു? അനുകരിച്ച് കാണിച്ചു. और उसके फुसफुसाने का भी नकल उतार दी. അത് ആ അമ്മയുടെ ഫുസ്ഫുസാനെ, പിറുപിറുക്കൽ പോലും അനുകരിച്ച് കാണിച്ചു. അവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അനുകരൺ കർണ കാ സമാനാർത്ഥി ശബ്ദ ക്യാ ഹൈ? അനുകരൺ കർണ എന്നതിൻ്റെ സമാനാർത്ഥ ശബ്ദം ഏതാണ്? ഏതാണ് മക്കളെ? നക്കൽ ഉദാഹരണ. എന്താണ്? നക്കൽ ഉദാഹരണ. അനുകരൺ കർണ, നക്കൽ ഉദാഹരണ. അപ്പൊ ചാർലി എന്തൊക്കെ ചെയ്തു? ചാർലിനെ ക്യാ ക്യാ കിയ? ചാർലി എന്തൊക്കെ ചെയ്തു? ചാർലിനെ ജനതാമേ ഗുദ്ഗുദി ഫൈലാ ദി, ആഹ്ലാദം പരത്തി. ഉസ്കെ ബാദ് ഉസ്നെ ദർശകോ സെ ബാത്ചീത് കി, ആളുകളുമായി സംസാരിച്ചു, നൃത്യ കിയ, നൃത്തം ചെയ്തു. അപ്പനി മാ സഹിത് കൈ ഗായകോങ്കി നക്കലുദാരി, തൻ്റെ അമ്മ ഉൾപ്പെടെ പല ഗായകന്മാരെയും അനുകരിച്ചു. മാസൂമിയത് മേ ഉസ്നെ തോടി ദേർ പെഹലെ, നിഷ്കളങ്കതയോടെ, മാസൂമിയത് നിഷ്കളങ്കത സേ, കേട്ടോ, നിഷ്കളങ്കതയോടുകൂടി ഉസ്നെ തോടി ദേർ പെഹലെ, അല്പം മുമ്പ് അമ്മയുടെ ഇടറിയ ശബ്ദം പോലും അനുകരിച്ച് കാണിച്ചു. ലോകമേ ടഹാക്കോങ്കി ഹിസ്സേദാരി ഹുയി, ആളുകൾ ടഹാക്കോങ്കി ഹിസ്സേദാരി ഹുയി, പൊട്ടിച്ചിരിയിൽ പങ്കാളികളായി. ആളുകള് പൊട്ടിച്ചിരിയിൽ പങ്കാളികളായി. പിന്നെന്ത് സംഭവിച്ചു? ഓ സ്റ്റേജ് പർ ജംകർ പൈസെ ബർസെ, സ്റ്റേജില് പൈസ മഴയായി വർഷിക്കാൻ തുടങ്ങി. കേട്ടോ, അന്തമേ മാ ജബൂസെ ലേനെ ആയി, അവസാനം അമ്മ എപ്പോഴാണ് അവനെ കൊണ്ടുപോകാനായി വന്നത്? തോ ദർശകോനെ ദേർ തക്ക് കടേ ഹോക്കർ, അപ്പോൾ കാണികള് ദേർ തക്ക് കടേ ഹോക്കർ, വളരെ നേരം എഴുന്നേറ്റ് നിന്നിട്ട് താലിയാം ബജായി, കൈയടിച്ചു. കൈ ലോകോനെ മാസെ ഹാത്ത് മിലാക്കർ, ധാരാളം ആൾക്കാർ അമ്മയെ ഹാത്ത് മിലാക്കർ, അമ്മയുടെ കൈ പിടിച്ച് എന്ത് ചെയ്തു? ഉസ്കെ ഷേക്ക് ഹാൻഡ് കൊടുക്കുക കേട്ടോ. ഹാത്ത് മിലാന, കൈ പിടിച്ച് അഭിനന്ദിക്കുക കേട്ടോ. ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഉസ്കെ ചോട്ടെ ബച്ചോങ്കി താരിഫ് കി, തൻ്റെ കൊച്ചുമകനെ താരിഫ് കർണ കാ മതലബ് ക്യാ ഹേ? പ്രശംസ കർണ, തൻ്റെ കൊച്ചുമകനെ പ്രശംസിച്ചു. ചാർലി സ്റ്റേജ് പർ പെഹലി ബാറായ, അങ്ങനെ നമ്മുടെ ചാർലി സ്റ്റേജിലേക്ക് ആദ്യത്തെ തവണ കടന്നു വരുന്നു. ഓർമ്മ ആഖിരി ബാർ, അമ്മയുടെ ആഖിരി ബാർ, അവസാന പ്രോഗ്രാമായി മാറി ഇത് കേട്ടോ. അങ്ങനെ ചാർലി സ്റ്റേജിലേക്ക് കടന്നു വന്നു. അമ്മ സ്റ്റേജിൽ നിന്നും പിന്തള്ളപ്പെടുന്നു കേട്ടോ. ദുനിയാക്ക് സബ്സെ ബഡേ ഷോമാൻ കാ, ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ പെഹലാ ഷോ ഥാ, ഫസ്റ്റ് ഷോ ആയിരുന്നു ഇത്. ഉസ്നെ ജന്മലേ ലിയാ ഥാ, അവൻ്റെ ഉദയം കൊണ്ട് കഴിഞ്ഞു, ജനനം കൊണ്ട് കഴിഞ്ഞു. ഐസ ക്യോ കഹാ ഗയാ ഹേ, അവൻ ജനിച്ചു കഴിഞ്ഞു, അവൻ ഉദയം കൊണ്ട് കഴിഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താ മക്കളെ? ചാർലി വിശ്വ കെ ഇതിഹാസ് മേ ഏക അദ്വിതീയ വ്യക്തിത്വ ഹേ, ലോക ചരിത്രത്തിൽ തന്നെ എടുത്തു പറയത്തക്ക വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ ചാർലി. अपनी माँ की विवशता उसकी स्टेज में आने का कारण बना.
തൻ്റെ അമ്മയുടെ വൈവശ്യമാണ് അവനെ സ്റ്റേജിലേക്ക് വരാൻ കാരണക്കാരനാക്കി മാറ്റുന്നത്. 5 साल के इस फोलेपन में उसने लोगों को आनंदित कर दिया. 5 വയസ്സിലും ആ നിഷ്കളങ്കതയിലും അവൻ എന്ത് ചെയ്തു? കുട്ടികളെ ആ 5 വയസ്സുകാരനായ കൊച്ചുകുട്ടി ആ നിഷ്കളങ്കമായ ആ സ്വഭാവത്തിലും ആളുകളെ എന്ത് ചെയ്തു? ആനന്ദിപ്പിച്ചു. ഇസ്ലിയെ അതുകൊണ്ട് ഐസ കഹാ ഗയാ ഹൈ അങ്ങനെ പറയപ്പെടും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലോകോനെ മാസേ ഹാത്ത് മിലായ ക്യൂ? ആളുകൾ അമ്മയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. എന്തുകൊണ്ട്? വൈ? എന്താണ് റീസൺ? എന്തു പറയാം? ചാർലിക്ക് മാസൂമിയത് സെ പ്രഭാവിത ഹോക്കർ, ചാർലിയുടെ മാസൂമിയത് നിഷ്കളങ്കതയിൽ പ്രഭാവിതമായിട്ടാണ് കേട്ടോ. കുട്ടി ഒരു ഇന്ദ്രജാലക്കാരനാണെന്ന് പോലും അവർക്ക് തോന്നുന്നു കേട്ടോ, മായാജാലക്കാരനാണെന്ന് പോലും തോന്നുന്നു. ആ മാസൂമിയതയിൽ പ്രഭാവം ചെലുത്തിയിട്ട് നിഷ്കളങ്കതയിൽ പ്രഭാവിതനായിട്ട് ആകൃഷ്ടനായിട്ടാണ് ആളുകൾ കുട്ടിക്ക് കൈ കൊടുക്കുന്നത്. നെക്സ്റ്റ്, ദർശകോനെ ദൗത്ത് കടേക്ക് ഹോക്കർ ക്യൂൻ താലിയാൻ ബജായി, കാണികള കുറേ നേരം എഴുന്നേറ്റ് നിന്ന് എന്തുകൊണ്ട് കൈയടിച്ചു? चार्ली अपनी निष्कलंकता से गीत गाकर बातचीत करके नृत्य करके गायकों को नकल उतारकर सबको खुश किया. ചാർലി തൻ്റെ നിഷ്കളങ്കതമായ രീതിയിൽ പാട്ടുപാടി സംസാരിച്ചു, അനുകരിച്ചു, അങ്ങനെ ആളുകളെ സന്തോഷിപ്പിച്ചു അല്ലേ. അതുകൊണ്ടാണ് കാണികൾ വളരെ നേരെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ എന്താണ് മക്കളെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? പാട്ട് പകുതിയായതേ ഉള്ളൂ. സ്റ്റേജിൽ പൈസ മഴയായി വർഷിക്കാൻ തുടങ്ങി. ചാർലി പാട്ട് നിർത്തി, എന്നിട്ട് പ്രഖ്യാപിച്ചു, ആദ്യം ഞാൻ ഈ പൈസ ശേഖരിക്കട്ടെ, പിന്നീട് പാടിത്തരാം. ഈ കാര്യം ഹോളിലുള്ളവരെ ചിരിമന്ദിരത്തിലാഴ്ത്തി. അപ്പോൾ മാനേജർ എന്ത് ചെയ്തു? ഒരു കർഷീഫുമായിട്ട് വന്നു. അയാൾ പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങി. ചാർലിക്ക് തോന്നിയത് എന്താണ്? മാനേജർ സ്വയം പൈസ വസൂലാക്കുകയാണെന്ന്. അവനിത് പരാതി നിറഞ്ഞ ശബ്ദത്തിൽ മൈക്കിലൂടെ കാണികളോടങ്ങ് പറഞ്ഞു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? വീണ്ടും ചിരിച്ചു. മാനേജർ ഈ പൊതി അവസാനം അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കും വരെ കുട്ടി മടങ്ങി വന്നില്ല. അവസാനം അയാൾ എന്ത് ചെയ്തു? ഈ പൊതി കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചു. കുട്ടി ഡയറക്റ്റ് സ്റ്റേജിൽ പ്രവേശിക്കുകയും ചെയ്തു. സ്റ്റേജിൽ പ്രവേശിച്ച നമ്മുടെ ചാർലി എന്തൊക്കെ ചെയ്തു? ജനങ്ങളിൽ ആഹ്ലാദം പരത്തി. അതിനുശേഷം കാണികളുമായി സംസാരിച്ചു, ഡാൻസ് ചെയ്തു. തൻ്റെ അമ്മ ഉൾപ്പെടെ ധാരാളം ഗായകന്മാരെ അനുകരിച്ചു കാണിച്ചു. ആളുകളെ പൊട്ടിച്ചിരികളിൽ പങ്കാളികളായി. സ്റ്റേജിൽ ധാരാളം പൈസ വന്ന് വീഴാൻ തുടങ്ങി. അവസാനം അമ്മ മോനെ തൻ്റെ പൊന്നു മകനെ എടുത്തുകൊണ്ട് പോകാനായി വന്നപ്പോഴോ കാണികൾ വളരെ നേരെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ധാരാളം ആൾക്കാർ വന്ന് അമ്മയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. എന്തുകൊണ്ടാണ്? ആ കുട്ടിയുടെ മാസൂമിയത, നിഷ്കളങ്കതയിൽ പ്രഭാവിതരായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയെ പുകഴ്ത്തി. ചാർലി അങ്ങനെ സ്റ്റേജിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നു. 5-ാം വയസ്സിൽ അമ്മയുടെ ഷോ അവിടം കൊണ്ട് പൂർണ്ണമാകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ ആയിരുന്നു ഇത്. അവൻ ഉദയം കൊണ്ട് കഴിഞ്ഞിരുന്നു. അവൻ ജന്മം കൊണ്ട് കഴിഞ്ഞിരുന്നു. ഇത്രയാണ് ആ ലെസണിൽ ഉള്ളത്. അപ്പോൾ ഇനി ഈ ലെസണിലുള്ള ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്കാണ് ഇനി ഞാൻ കടക്കുന്നത്. 5 साल के चार्ली को स्टेज में क्यों गाना पड़ा? 5 വയസ്സുള്ള ചാർലിക്ക് സ്റ്റേജിൽ പാടേണ്ടി വന്നു. ക്യോം? എന്തുകൊണ്ട്? ഗാത്തെ ഗാത്തെ അച്ചാനക് ചാർലിക്ക് മാ की आवाज फटकर പാടി പാടിയെ പെട്ടെന്ന് അമ്മയുടെ ശബ്ദം ഇടറി ഫുസ്ഫുസാഹട്ട് में बदल गई. ലോക് ചില്ലാനേ ലഗേ. അമ്മ പാടി പാടി അത് പിറുപിറുക്കലായി മാറുന്നു. ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങുന്നു. മാ സ്റ്റേജ് സെ ഹട്ട് ഗയി. അമ്മ സ്റ്റേജിൽ നിന്ന് പിന്തിരിയുന്നു. മാനേജറിനെ ചാർലിക്കോ മാം കി കുछ दोस्तों के सामने अभिनय करते देखा था. മാനേജർ ചാർലിയെ തൻ്റെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അഭിനയിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാനേജർ എന്ത് ചെയ്തു? ലോകോങ്കു ശാന്ത് കരാനേക്ക് ലിയ, ആളുകളെ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ചാർലിയെ സ്റ്റേജിലേക്ക് വിടണമെന്ന് ജിദ് കർണേ ലഗ. ഷാട്ട്യം പിടിച്ചു. ഓർ ഉസേ സ്റ്റേജ് മേ ഗാനാ പടാ. അങ്ങനെ അവന് സ്റ്റേജിൽ പാടേണ്ടതായിട്ട് വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദർശകോനെ ദൗർ തക് ഖഡേ ഹോക്കർ താലിയാം ക്യോം ബജായി?
ദർശകരെ എന്തുകൊണ്ട് വളരെ നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു? എന്തുകൊണ്ടാണ്? ചാർലി പാട്ടുപാടി, കാണികളുമായി സംസാരിച്ചു, നൃത്തം ചെയ്തു, അല്ലേ? തൻ്റെ അമ്മയുൾപ്പെടെ ധാരാളം ഗായകരെ നക്കലുദാരി അനുകരിച്ചു, ഇസലിയെ. അതുകൊണ്ട് കാണികൾ ദേർത്തക്ക് കടേ ഹോക്കർ വളരെ നേരം എഴുന്നേറ്റ് നിന്ന് താലിയാം ബജായി കൈയടിച്ച് കാണിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റെപ്പഡ് തയ്യാറാക്കാൻ പറയും, റിപ്പോർട്ട് തയ്യാറാക്കാൻ പറയും. എക് മഹാന കലാകാർക്ക ഉദയം, ഒരു മഹാനായ കലാകാരൻ്റെ ഉദയം റിപ്പോർട്ട് തയ്യാറാക്കാം. അപ്പം നമ്മൾ ഒരു സ്ഥാനം വെക്കണം കേട്ടോ, സ്ഥലം വെക്കണം. അപ്പം ലണ്ടൻ വെക്കാം. लंदन के ओल्ड शॉट थिएटर में आज पहली बार कदम रखा चार्ली नामक 5 साल का बालक ने उस थिएटर को एक हंसी घर में बदल दिया. ലണ്ടനിലെ ഓൾഡർ ഷോട്ട് തിയേറ്ററിൽ ആദ്യമായി കാലുവെത്തിയ ചാർലി എന്ന 5 വയസ്സുകാരനായ ബാലകൻ തിയേറ്ററിലെ ആൾക്കാരെ ചിരിമന്ദിരത്തിലാഴ്ത്തി, അല്ലേ? ആദ്യം നമ്മളെ ഏക് മഹാൻ കലാകാർക്ക ഉദയ്, ഈ അതായത് നമ്മുടെ 5 വയസ്സുകാരനായ ചാർലി സ്റ്റേജ് ഷോ അവതരിപ്പിക്കത്തില്ലേ, അത് പത്രവാർത്തയായിട്ട് വരുന്നു. റിപ്പോർട്ട്, റപ്പഡ് മീൻസ് റിപ്പോർട്ട്. ആ പത്രവാർത്ത തയ്യാറാക്കാനാണ്. ഇപ്പോൾ നമ്മൾ പത്രവാർത്ത കണ്ടിട്ടില്ല, ഒരുപാട് വാർത്തകൾ നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ട്. ആദ്യം എന്തുണ്ടാവും? ഒരു മെയിൻ ഹെഡിങ് കാണും, എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ഥലത്തിൻ്റെ പേര് കാണും, എന്നിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണും. അത് തന്നെ നമ്മൾ ഹിന്ദിയിൽ എഴുതുക കേട്ടോ. അങ്ങനെ ഉസ്കി ഗായിക മാ ജബ് ഗാ രഹി ഥി, അവൻ്റെ അമ്മയായ ഗായികയായ അമ്മ ജബ് ഗാ രഹി ഥി, ഇപ്പോഴാണോ പാടിക്കൊണ്ടിരുന്നത്, അച്ചാനക്ക് പെട്ടെന്ന് ഉൻകി ആവാസ് ഫട്കർ, അമ്മയുടെ ശബ്ദം ഇടറി ഫുസ്ഫുസാഹട്ട് മേം തബ് ബദൽ ഗയി, പിറുപിറുക്കലായി മാറി. ലോഗോനെ ഷേർ മച്ചാന ശുരു കിയാ തോ, ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങിയപ്പോഴോ, ലോഗോനെ ഷോർ മച്ചാന ശുരു കിയാ തോ, ആളുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങിയപ്പോഴോ, മാ സ്റ്റേജ് സെ ഹട്ടിനേക്കോ മസ്ബൂർ ഹുയി, അമ്മയ്ക്ക് സ്റ്റേജിൽ നിന്ന് പിന്തിരിയേണ്ടതായിട്ട് വരുന്നു. മാനേജർക്ക് ആദേശ്, അങ്ങനെ മാനേജറിന്റെ ആദേശം അനുസരിച്ച് ഉൻകെ 5 साल के बच्चे को गाने के लिए സ്റ്റേജ് पर लाया गया, അവരുടെ 5 വയസ്സുകാരനായ കുട്ടി സ്റ്റേജിൽ പാടാൻ വേണ്ടി എത്തുന്നു. ചാർലിനെ അപ്പനെ ബാലസഹജ് ഫോലേപ്പൻ മേ ഗാന ശുരു കിയ, ചാർലി തൻ്റെ നിഷ്കളങ്കമായ ആ ബാലസഹജമായ രീതിയിൽ പാട്ട് പാടാൻ ആരംഭിച്ചു. ലോക ഖുഷിയൊക്കെ സ്റ്റേജിൽ पर പൈസ ഫേങ്കിനെ ലगे, ആളുകൾ സന്തോഷവാന്മാരായിട്ട് പൈസ വാരിയെറിയാൻ തുടങ്ങി. ബച്ച ഗാനാ രോക്കൊക്കെ പൈസ ബെട്ടോറിനേക്ക് ഘോഷണാക്കി, അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? പാട്ട് നിർത്തി പൈസ ശേഖരിക്കട്ടെ എന്ന് വിളംബരം ചെയ്തു. ബച്ചയ്ക്ക് ഈ വ്യവഹാർസെ, അല്ലേ? കുട്ടിയുടെ ഈ പെരുമാറ്റത്തിൽ ബച്ചയ്ക്ക് ഈ വ്യവഹാറിനെ ഹോൾ കോ ഹസി കർമ്മേൻ തബ്ദീൽ കർ ദിയ, കുട്ടിയുടെ ഈ പെരുമാറ്റം ഹോളിലുള്ളവരെ ചിരിമന്ദിരത്തിലാഴ്ത്തി. ഇസ്കേ ബാദ് ചാർലിനെ ദർശകോ സെ ബാത്ചീത് കി, ഇതിനുശേഷം ചാർലി കാണികളുമായി സംസാരിച്ചു, നൃത്തം നടത്തി. ഓർ അപ്പനെ മാസഹിത കൈ ഗായകോങ്കി നക്കലുദാരി, തൻ്റെ അമ്മ ഉൾപ്പെടെ പല ഗായകന്മാരെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു, നക്കലുദാരി അനുകരിച്ചു. ഇസലിയെ ദർശകോനെ ദേർത്തക്ക് കടയോ കർ താലിയാൻ വെച്ചു, അതുകൊണ്ട് കാണികൾ വളരെ നേരം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ലോഗോനെ ഉസ്മേക്ക് മഹാൻ കലാകാർക്കോ ദേക്ക, ആളുകൾ ആ കുട്ടിയിൽ ഒരു മഹാനായ കലാകാരനെ കണ്ടു. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാക്കി ഡയറിയാണ്, അമ്മ എഴുതിയ ഡയറി. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷവും എങ്ങനെയാണ് ഡയറി പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റപ്പഡ്, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതും കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. അതായത് നമ്മുടെ 9ാം ക്ലാസ്സിൽ ഒരു ലെസൺ ഉണ്ടല്ലോ, ആ ഇംഗ്ലീഷുകാർക്കെതിരായിട്ട് മിർജ ഗാലിബിൻ്റെ ജിസ്കിലി മേ മേരകത്താക്കും, അതിൽ നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കിയായിരുന്നു. ഗാന്ധി കേസ് വിനയിൽ റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിഞ്ഞ വർഷവും പഠിച്ചതാണ്. ഇനി മാക്കി ഡയറിയിലേക്ക് കൊടുക്കുക, അമ്മയുടെ ഡയറി. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡയറി എഴുതുമ്പോൾ താരീഖ് എഴുതുക, ഡേറ്റ് എഴുതണം. അഷ്ടദിനെ കൈസേ ഫൂലും, ഇന്നത്തെ ദിനം ഞാൻ എങ്ങനെ മറക്കും? ഒന്നുകിൽ ദുഃഖ് ഫരാതി, ഒന്നുകിൽ ദുഃഖം നിറഞ്ഞതിന്, അല്ലെ ഖുഷ് ഫരാതി, സന്തോഷം നിറഞ്ഞതിന്. തരുന്നത് എന്താണോ ആ ലെസൺ ആധാരമാക്കിയിട്ട്
ഇത് നമുക്ക് ഈ 2 സെൻറ്റൻസ് എല്ലാ ഡയറിയിലും എഴുതാവുന്നതാണ്. ആസ്കാ ദിൻമേ കൈസേ പോലും, ഇന്നത്തെ ദിവസം ഞാൻ മറക്കും. എങ്ങനെ മറക്കും അല്ലേ? ബൗത്ത് ദുഃഖ് ഫരാദിൻ, ദുഃഖം നിറഞ്ഞ ദിനമാണെങ്കിൽ ബൗത്ത് ദുഃഖ് ഫരാദിൻ. സന്തോഷം നിറഞ്ഞ ദിനമാണെങ്കിലോ ബൗത്ത് ഖുഷ് ഫരാദിൻ അല്ലേ? സന്തോഷം നിറഞ്ഞ ദിനം. മേരാ ലാഡ്ലാ ചാർലി ആ ഷോമാൻ ബൻ ഗയ. ഓ എൻ്റെ ചക്കരമോൻ അല്ലേ? ലാഡ്ലാ ചാർലി, എൻ്റെ പൊന്നുമോൻ, ചക്കരമോൻ, തങ്കക്കുടം എന്നൊക്കെ പറയാം കേട്ടോ. എൻ്റെ പൊന്നു മകൻ ഇന്ന് ഷോമാനായി മാറി. ഉസ്കാ പെഹ്ലാ ഷോ ഹമേശ യാദോ മേ രഹേഗ. അവൻ്റെ ഫസ്റ്റ് ഷോ എല്ലായ്പ്പോഴും ഓർമ്മയിൽ നിലനിൽക്കും. ഞാനിനി ഒരിക്കലും മറക്കത്തില്ല. അമ്മയുടെ ജീവിതത്തിൽ ഇത് മറക്കാൻ പറ്റാത്ത ഷോയാണ്. കാര്യം അവിടെ വെച്ച് അമ്മയുടെ ഷോ പ്രോഗ്രാം അവിടെ തീരുകയാണ്. അമ്മ പിന്നെ പ്രോഗ്രാമിന് പോകുന്നില്ല. മോൻ അവിടെ ഉദിച്ചു കഴിഞ്ഞു, ഉദയം കൊണ്ട് കഴിഞ്ഞു കേട്ടോ. ലഗത്താ ഹൈ മേ ആകെ ഗാന പാവുങ്കി. ഇനി എനിക്ക് പാടാൻ കഴിയത്തില്ലെന്നാ തോന്നുന്നത്. ഗലമേ ഖരാബിയെ, എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ തകരാറുണ്ട് കേട്ടോ. മുझे संदेह था മാനേജർ സാബ് കോ ജിദ് करने से. മാനേജർ സാറ് ചാട്ടിൻ പിടിച്ചപ്പോഴേ എനിക്ക് യഥാർത്ഥത്തിൽ സംശയമായിരുന്നു. 5 साल का बच्चा ഈ സുഗ്രഫീഡ് കോ ജയിൽ പായേക. കാരണം എന്താണ്, 5 വയസ്സുകാരനായ ഈ കുട്ടി ഉഗ്രമായ ജനക്കൂട്ടത്തെ അതിജീവിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമായി. മഗർ മേര ലാഡ്ല കമാൽ കർക്കെ ദിഖായ. എന്നാൽ എൻ്റെ പൊന്നുമകൻ അത് ശരിയാണെന്ന് കാണിച്ചു. അവൻ എന്ത് ചെയ്തു? കൂവ് പൈസ ഫീമില്ല, അവന് ധാരാളം പൈസ കിട്ടി. ഉസ്നെ ലോകോമേ ഗുദ്ഗുദി ഫൈലാദി തീ. അവൻ ജനങ്ങളിൽ ഗുദ്ഗുദി, ആഹ്ലാദം പരത്തി. ശൈത്താനെ, എന്താണ് ശൈത്താന്? വികൃതിയാണ്. മേരി ഫട്ടി ആവാസ് കോഫി നക്കലുദാർദി. അവൻ എൻ്റെ ഇടറിയ ശബ്ദം പോലെ അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അനുകരിച്ചു കാണിച്ചു. ഹേ ഭഗവാൻ, അല്ലയോ ഭഗവാനെ, ഹേ ഭഗവാൻ, അല്ലയോ ഭഗവാനെ. ആകെ ഭി മേരെ ലഡ്ക ഷോമേ കമാൽ കരി. ഇനി എൻ്റെ മോൻ ഇങ്ങനെ പ്രോഗ്രാം നല്ലതുപോലെ നടത്താൻ എൻ്റെ ദൈവം അവനെ സഹായിക്കണേ. ബസ് ആജിത്തനായി, ഞാൻ ഇത്രയും കൊണ്ടൊന്ന് നിർത്തുകയാണ്. ബഹുത് നീന്താരഹിയെ, എനിക്ക് ഭയങ്കരമായ ഉറക്കം വരികയാണ്. ഗലമേ ഹൽക്കാസ ദർദ് ഭീയെ, തൊണ്ടയിൽ നേരിയ വേദനയുമുണ്ട്. ഇങ്ങനെ ആ ഡയറി കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു ഡയറി എഴുതി കഴിയുമ്പോൾ 4 ഭാഗവും സ്കെയിലും പെൻസിലും കൊണ്ട് അണ്ടർലൈൻ ചെയ്യണം. ഇത് അമ്മ എഴുതിയ ഡയറിയാണ്. ഇനി നമുക്ക് ചോദിക്കാവുന്ന വേറൊരു ഡയറി ഉണ്ട് ഇതിൽ. ഏതാണ്? ചാർലി എഴുതിയ ഡയറി. തിരിച്ചിട്ട് എഴുതിയാൽ മതി ഇത് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ചാർലി എഴുതിയ ഡയറി. ആസ്കാ ദിൻമേ കൈസേ ഭൂലും, അതൊക്കെ കോമൺ ആയിട്ട് എഴുതാം. ഇന്നത്തെ ദിനം ഞാൻ എങ്ങനെ മറക്കും. വളരെ അവനെ സംബന്ധിച്ച് ദുഃഖം ഓർ ഖുഷി ഫരാ ദിനാണ്. ദുഃഖവും സന്തോഷവും നിറഞ്ഞ ദിനം. പിന്നെ അവ സ്റ്റേജിലോട്ട് ചേരുന്നതും പ്രോഗ്രാം അവതരിപ്പിക്കുന്നതും പൈസ മഴയായി വർഷിക്കുന്നതും ആളുകളെ പ്രശംസിക്കുന്നതും പിന്നെ ഉണ്ടാകുന്ന ആ സംഭവ വികാസങ്ങളെല്ലാം കൂടെ ചേർത്ത് ഡയറി പൂർത്തീകരിക്കണം കേട്ടോ. ഓണായിട്ട് എഴുതണം. അതാ ഈ അമ്മയുടെ ഡയറി പഠിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഡയറി എഴുതാൻ എളുപ്പമായിരിക്കും. ഇനി അമ്മയും മാനേജറും അമ്മയും തമ്മിലുള്ള വാർത്താലാപാണ് ഇനി ലാസ്റ്റിലേക്ക് കിടക്കുന്ന. ഇതോടുകൂടി ഈ ലെസൺ ഇവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ വാർത്താലാപ് ഒന്ന് നോക്കാം. സംഭാഷണം കേട്ടോ. പിന്നെ പട്കഥയുണ്ട്. പട്കഥയൊന്നും ഞാനിവിടെ പറയുന്നില്ല. പട്കഥ എഴുതുമ്പോൾ ദൃശ്യമൊന്നും എഴുതണം. സമയ, സ്ഥലം, കഥാപാത്രം, സന്ദർഭം, ഡിസ്ക്രിപ്ഷൻ. പിന്നെ എന്ത് ചെയ്യണം? അവർ തമ്മിലുള്ള ആപ്പസി വാർത്താലാപ് കേട്ടോ. അമ്മയും മാനേജറും ആണെങ്കിൽ അങ്ങനെ ഓക്കെ, അമ്മയും മോനും തമ്മിലുള്ളതാണെങ്കിൽ അങ്ങനെ. അത് നിങ്ങളുടെ ഓൺ രീതിയിൽ നിങ്ങൾ എഴുതണം. പിന്നെ ടെസ്റ്റ് പേപ്പർ ഇടുമ്പോൾ എല്ലാം നോട്ടി തരുന്ന കണക്ക് തുപ്പി വയ്ക്കാമെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ കമ്പൽസറിയാണ് മക്കളെ ഞാൻ ഇടും. ഞാൻ തരാത്ത വാർത്താലാപൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ അത് എഴുതിയേ പറ്റൂ. പട്കഥയായാലും സ്വന്തമായി എഴുതണം. ഇനിയെങ്കിലും ആ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് വരണം. നോക്കും. ഇപ്പം മാനേജർ, ക്യാ ഹുവാ മാഡം, ആപ്കെ ആവാസ് മേ ഫുസ്ഫുസാഹട്ട് ക്യോ രഹി ഹൈ. വാർത്താലാപം അമ്മയും മാനേജറും തമ്മിലുള്ള ആദ്യത്തെ ഭാഗത്തെ ആധാരമാക്കിയിട്ട് ആദ്യത്തെ പാട്ട് വന്നിട്ട് പട്കഥ അല്ലെങ്കിൽ വാർത്താലാപ് ചോദിക്കും. അപ്പോൾ പറയണം കേട്ടോ. ക്യാ ഹുവാ മാഡം, മാഡം എന്ത് പറ്റുമോ? ആപ്കെ ആവാസ് മേ സേ ഫുസ്ഫുസാഹട്ട് ക്യോ രഹി ഹൈ. താങ്കളുടെ ശബ്ദത്തിൽ ഈ പിറുപിറുക്കൽ എന്താ? മാ പത്താനഹി മാനേജർ സാഹബ്. ക്യോ അറിയത്തില്ല സാറേ, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല അല്ലേ. മാനേജർ, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ മുസ്സേ പെഹലെ ഹി ബദാനാ ഹി
അല്ലേ? എന്നോട് മുമ്പേ പറയണമായിരുന്നു അല്ലേ? മാ അമ്മേ ക്യാ കരൂ, ഇനി ഞാൻ എന്ത് ചെയ്യും അല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോ? മാനേജർ मैंने चार्ली को ഗാത്തെ ഓർ അഭിനയ കർത്തേ ഹുയെ ദേഖാ ഹൈ. ഞാൻ ചാർലി പാടുന്നതും അഭിനയിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. മേ ഉസേ ഹി സ്റ്റേജ് പർ ലേ ജാത്ത ഹൂം. ഞാൻ അവനെ ഇപ്പോൾ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അമ്മ മാനേജർ സാബ് ചാർലി തോ 5 സാൽ കാ ബച്ചാ ഹേ, ഏക്ക് ചോട്ടാ ബച്ചാ ഹേ എന്ന് പറയാം കേട്ടോ. മാനേജർ സാറേ, നമ്മുടെ ചാർലി 5 വയസ്സുകാരനായ കൊച്ചുകുട്ടിയാണ്. ഓ കൈസേ ഉഗ്ര പീഡിക്കോ ചേൽപ്പായിക, അവ എങ്ങനെയാണ് ഈ ഉഗ്രമായ ജനക്കൂട്ടത്തെ അതിജീവിക്കുക? അപ്പോൾ മാനേജർ ഒരു ആശ്വസിപ്പിക്കുകയാണ്. ആ ചിന്താമത്തിനകരെ ആ ചിന്താനകരെ താങ്കൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ 1-2 സെൻറ്റൻസും കൂടെ ആഡ് ചെയ്തുകൊണ്ട് ഈ വാർത്താലാപം അവിടെ കൺക്ലൂഡ് ചെയ്യണം. ഞാൻ അയച്ചു തരും, നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസണുമായി വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ നോട്ട് എഴുതി എൻ്റെ വാട്സപ്പിലോട്ട് അയക്കണ്ട. ഞാൻ നോട്ട് താണ്ട് റെഡിയാക്കി നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തരും. എന്നിട്ട് നിങ്ങൾ അത് കണ്ട് തെറ്റില്ലാതെ എഴുതിയതിന് ശേഷം അയച്ചാൽ മതി. ദയവ് ചെയ്ത് കേട്ടെഴുതി ഉള്ള കൊട്ട തെറ്റെല്ലാം കൂടെ എനിക്ക് അയച്ചു തരരുത് കേട്ടോ. അതുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഉണ്ട്. ഓക്കെ.